ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നെന്ന ആരോപണം അന്വേഷിക്കാൻ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം. ഡൽഹി പോലീസ്, CBI, IB ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരോട് ചേംബറിലെത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആരോപണം ഉന്നയിച്ച യുവതിയോട് വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചതിന് പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക ആരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണവും അന്വേഷിക്കാനുള്ള നീക്കം. ആരോപണമുന്നയിച്ച അഡ്വക്കേറ്റ് ഉത്സവ് സിംഗ് ബെയിൻസ് ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായി. രാജ്യത്തെ ഉന്നത കോർപ്പറേറ്റ് സ്ഥാപനത്തിനു വേണ്ടിയാണ് ഗൂഢാലോചന നടന്നതെന്നായിരുന്നു വാദം. CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചു. ഇത് പരിശോധിച്ചാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ആരോപണത്തെപ്പറ്റി കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് സൂചിപ്പിച്ചത്. ചില ശക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരു ചീഫ് ജസ്റ്റിസിനും ഇതുവരെ സാധിച്ചിട്ടില്ല. നിയമ സംവിധാനത്തെ ശുദ്ധീകരിക്കാനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രമമെന്നും ജസ്റ്റിസ് മിശ്ര പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെതിരെ ആരോപണമുന്നയിച്ച യുവതിയോട് വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ ജസ്റ്റിസ് SA ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര അന്വേഷണ സമിതി നിർദ്ദേശം നൽകി. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. 50% VVPAT എണ്ണാനാകില്ലെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പുനഃപരിശോധനാ ഹർജി നൽകി. 21 പ്രതിപക്ഷ പാർട്ടികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരായ പരാതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 50% VVPAT എണ്ണേണ്ടത് അനിവാര്യമെന്നാണ് പാർട്ടികളുടെ വാദം. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ VVPAT എണ്ണാനായിരുന്നു സുപ്രീംകോടതിയുടെ വിധി. വോട്ടിംഗ് ശതമാനം കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ഉയർന്നതോടെ വർദ്ധിച്ച ആത്മവിശ്വാസവുമായി മുന്നണികൾ. UDF നേതാക്കൾ സമ്പൂർണ്ണ വിജയം അവകാശപ്പെടുമ്പോൾ അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാനാണ് LDF നേതാക്കളുടെ നിർദ്ദേശം. ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് BJP. വോട്ടിംഗ് ശതമാനം ഉയർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പഴയ കടക്കുപുറത്തിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വോട്ടിന്റെ പിറ്റേന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പോളിംഗ് നിരക്ക് ഉയർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി സമീപിച്ച മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ കൽപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു LDF കൺവീനർ A. വിജയരാഘവൻ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉയർന്ന പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിൽ രാഹുൽ തരംഗം എന്നായിരുന്നു AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ ഇടതു സഹായം തേടുന്നതിൽ തെറ്റില്ലെന്നും ആന്റണി പറഞ്ഞു വെച്ചു. കോൺഗ്രസിൻ്റെ പീപ്പിൾ അലയൻസ് പാർട്ട്നേഴ്സും കൂടി ചേർന്നാൽ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റുമുട്ടിയ കക്ഷികളാണെങ്കിലും ഈ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളുമായി അവരെ കൂടി സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അയിത്തവുമില്ല. UDF ചരിത്രപരമായ വിജയം നേടുമെന്ന് കൺവീനർ ബെന്നി ബെഹന്നാൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്നേഹിതന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവർ ചിന്തിച്ചിട്ടുണ്ട്. അവരുടെ അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. വളരെ ഗുണപരമായ ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കുറഞ്ഞത് 12 സീറ്റ് കിട്ടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്ക്. 16 വരെ ലഭിച്ചേക്കാം എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാൻ അവർ പറയുന്നത്. 15 സീറ്റിൽ ജയം ഉറപ്പാണെന്നും തരംഗമുണ്ടായാൽ കൂടുതൽ കിട്ടുമെന്നും UDF കണക്ക് കൂട്ടുന്നു. വടക്കൻ മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ചെയ്തത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. ഇതാണ് രാഹുൽ എഫക്റ്റ് എന്ന വിലയിരുത്തലിന് പിന്നിൽ. ശബരിമല ചർച്ചയായ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 10 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തു. ആര് ജയിക്കുമെന്നതല്ല, ഏത് തന്ത്രം ജയിച്ചു എന്നതിന് തീർപ്പ് കൽപ്പിക്കലാകും മെയ് 23 നടക്കുക. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വോട്ടിംഗ് ശതമാനം 77.68. പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരും കുറവ് തിരുവനന്തപുരത്തുമാണ്. പോസ്റ്റൽ വോട്ടുകളുടെയും സർവീസ് വോട്ടുകളുടെയും കണക്കെടുക്കുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. 77.68%. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 3.66% കൂടുതൽ. കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 83.06%. കുറവ് തിരുവനന്തപുരത്ത് 73.45%. കണ്ണൂർ, കാസർഗോഡ്, വടകര, വയനാട്, കോഴിക്കോട്,
ആലത്തൂർ, ചാലക്കുടി, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ 80% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവുണ്ടായത് പത്തനംതിട്ടയിലാണ്. 8% വർധന. ആറ്റിങ്ങൽ, ഇടുക്കി മണ്ഡലങ്ങളിൽ 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 6% വോട്ടുകൾ അധികം രേഖപ്പെടുത്തി. സംസ്ഥാന ശരാശരിക്ക് വളരെ താഴെ മാത്രം പോളിംഗ് ശതമാനം നിൽക്കാറുള്ള തിരുവനന്തപുരത്ത് ഇത്തവണ 5%-ലധികമാണ് പോളിംഗ് വർധന. രാഷ്ട്രീയ പാർട്ടികളുടെ പരമ്പരാഗത കണക്കുകൂട്ടലുകളുമായി ഒത്തുപോകുന്നതല്ല ഇത്തവണത്തെ പോളിംഗ് രീതി. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ഒരുപോലെ ആശങ്കയും ആത്മവിശ്വാസവും നൽകുന്നുണ്ട് മുന്നണികൾക്ക്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നലെ പിറന്നത് ഒരു പിടി വോട്ടിംഗ് റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയായത്. 2.03 കോടി ആളുകളാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ശതമാനത്തിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മറികടന്നു. 77.68% സംസ്ഥാനതല പോളിംഗ് നിരക്ക്. 13 മണ്ഡലങ്ങളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്തു. വോട്ടിംഗ് ശതമാനത്തിൽ 30 വർഷം മുമ്പുള്ള റെക്കോർഡ് മറികടന്നില്ലെങ്കിലും വോട്ടർമാരുടെ ആവേശം വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇന്നലെ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയത് 2,03,13,833 പേർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2,20,25,321 എന്ന റെക്കോർഡാണ് മറികടന്നത്. വോട്ടിംഗ് ശതമാനം 77.68. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 77.35, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 73.98 എന്നീ കണക്കുകളാണ് മറികടന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ശതമാനക്കണക്കിലും എണ്ണക്കണക്കിലും മുന്നിലെത്തിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെയുമുണ്ട് നിരവധി റെക്കോർഡുകൾ. 13 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 10 ലക്ഷത്തിലധികം വീതം വോട്ടുകൾ രേഖപ്പെടുത്തിയത്. ഇവയിൽ ഏറെയുമാവട്ടെ വടക്കൻ മണ്ഡലങ്ങളുമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കാസർഗോഡ്, 10,96,470. രണ്ടാം സ്ഥാനം രാഹുലിന്റെ വയനാട്ടിൽ 10,90,403. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള 10 മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് തെക്കൻ കേരളത്തിൽ എണ്ണം 10 ലക്ഷം കടന്നത്. 2014 1.79 ലക്ഷം ആളുകളാണ് മലപ്പുറത്ത് കൂടുതൽ വോട്ട് ചെയ്തത്. വയനാട്ടിൽ 1.75 ലക്ഷം ആളുകളും കൂടുതൽ വോട്ട് ചെയ്തു. പത്തനംതിട്ടയിൽ 1.51 ലക്ഷം പേരും തിരുവനന്തപുരത്ത് 1.3 ലക്ഷം പേരും കൂടുതൽ വോട്ട് ചെയ്തു. 13 മണ്ഡലങ്ങളിൽ 2014 1 ലക്ഷം പേർ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. വോട്ടെടുപ്പിന് പിന്നാലെ വോട്ട് മറിക്കലിന്റെയും കാലുവാരലിന്റെയും ആരോപണങ്ങളുമായി UDF സ്ഥാനാർത്ഥികൾ. ജയസാധ്യത ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നതായി പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ആരോപിച്ചു. കള്ളവോട്ട് നടന്നുവെന്ന് K സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും അടിയൊഴുക്കിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ. ഇത് ആദ്യം പങ്കുവച്ചത് പാലക്കാട് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ്. ഗൂഢാലോചനയെക്കുറിച്ച് മെയ് 23 ശേഷം വ്യക്തമാക്കും. വലിയൊരു മുന്നേറ്റമായിരുന്നു പാലക്കാട് UDFന്. അതിൽ അതൃപ്തി പൂണ്ട അല്ലെങ്കിൽ അതിൽ വിറളി പൂണ്ട ചില ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു. അത് പാർട്ടിയിലും മുന്നണിയിലും അല്ലാന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. കാസർഗോഡും കണ്ണൂരിലും കള്ളവോട്ട് നടന്നുവെന്ന പരാതി രാജ്മോഹൻ ഉണ്ണിത്താനും K സുധാകരനുമുണ്ട്. UDF മേഖലകളിലെ പോളിംഗ് കുറഞ്ഞതിലും ഉണ്ണിത്താന് ആശങ്കയുണ്ട്. ആ കള്ളവോട്ടിനെ അതിജീവിക്കാൻ ആവശ്യമായ വോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളൊക്കെ 60-65 അപ്പം പോലും ഇപ്പൊ 90%. ഈ പറയുന്ന കള്ളവോട്ട് ഈ 10 മണി 10:15 11 മണിക്കും ചെയ്തതൊക്കെ നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ട്. വീഡിയോ വെച്ച് തന്നെ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ ഇലക്ഷൻ റിസൾട്ട് വാട്ടെവർ ഇറ്റ് മേ ബി വി വിൽ പ്രൊസീഡ് ലീഗലി. RMPയുടെ വോട്ടിൽ 1% പോലും ചോർച്ചയുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നലെ പോലും ഒരു ഫീൽഡിലുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും മികച്ച വിജയം നേടുമെന്നാണ് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രതീക്ഷ. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ താൽപര്യക്കുറവ് ഉണ്ടായിരുന്നില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സജീവമായ പങ്കാളിത്തം വഹിക്കാത്ത എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്ക് പ്രതികരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. വേക്കൻസി ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടി എന്നെ ഡയറക്റ്റായിട്ട് തന്നെ ഈ സീറ്റിലേക്ക് പരിഗണിക്കുകയായിരുന്നു. അല്ലാതെ ഞാൻ ഇത് വേണ്ടാന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പ്രചാരണം തൃപ്തികരമല്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്ന ശശി തരൂർ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടില്ലെന്നും തരൂർ പറയുന്നു. ആരും കാണാത്തൊരു എഴുത്തും അടിസ്ഥാനമില്ലാത്തൊരു പരാതിയൊക്കെ ആയിരുന്നു. പാർട്ടി നിങ്ങൾ കണ്ടില്ലേ എത്ര ആവേശത്തോടും ഊർജ്ജയോടെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ
ഈ തവണ ശരിക്കും ഒരു ക്യാമ്പയിൻ ഇതിനെക്കാട്ടും നന്നായി ചെയ്യാൻ ആർക്കും സാധിക്കില്ല. സ്ഥാനാർത്ഥി നിർണയ സമയത്തെ പരാതികൾ വിജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക മറ്റു ചില സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. വരും ദിവസങ്ങളിൽ തുറന്ന പ്രതികരണം നടത്തുമെന്നാണ് ഇവർ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബിജെപിയെ ഒറ്റപ്പെടുത്താനുള്ള ന്യൂനപക്ഷങ്ങളുടെ ശ്രമം അവർക്ക് ഗുണം ചെയ്യില്ലെന്ന സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ഇന്ത്യയിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. മോദി ഇതേവരെ എല്ലാവരോടും നീതിപൂർവമായാണ് പെരുമാറിയതെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു. മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ ശരിയായ അവബോധമുള്ളവരായിട്ട് മാറട്ടെ, അതിനവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നഷ്ടപരിഹാരവും ജോലിയും വിധിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബിൽക്കിസ് ബാനു മാധ്യമങ്ങളെ കാണുകയാണ്. ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസിന് അനുകൂലമായി ഇന്നലെയായിരുന്നു കോടതി വിധിയുണ്ടായത്. As a lawyer associated with the matter since 2003, I was a young person then, like quite young. But this is very painful case. And if you see, like I have for this matter did the research for the purpose of asking more and more money and in terms of compensation not for the sake, like since she has been wronged in all possible manner, not only by the accused who are the private persons but also at the hands of the machinery, the government machinery, which is supposed to constitutionally as per their statute supposed to protect her, supposed to put all their limbs together to ensure that first of all no such violence take place, first of all no such communal right happens. It was happening like as they were left free to do it. This family, Bilkis and everybody, they were running helter skelter. Like if you just see the dates, I can just pass on the list of dates. വിധിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബിൽക്കിസ് ബാനു മാധ്യമങ്ങളെ കാണുകയാണ്. ബിൽക്കിസ് ബാനു സംസാരിക്കുമ്പോഴേക്ക് അതിലേക്ക് തിരിച്ചു വരാം. മറ്റു വാർത്തകളിലേക്ക്. വർഗീയ പരാമർശം നടത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ്. പിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് V ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. വർഗീയ പ്രസംഗത്തിൽ പിള്ളയ്ക്കെതിരെ കേസെടുത്തതായി പോലീസ് കോടതിയെ അറിയിച്ചു. കേസ് വേനൽ അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. തന്നെ വിഡ്ഢിത്തം പറഞ്ഞ് നടക്കുന്ന ആളായി ചിത്രീകരിച്ചു. താൻ മാപ്പ് പറഞ്ഞുവെന്ന പ്രസ്താവന കള്ളമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാനും അദ്ദേഹം രണ്ട് തട്ടിലായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് എന്നെപ്പറ്റി ആക്ഷേപമുണ്ട്, എന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള ഒരു പ്രതിസ്പന്ദം എനിക്കുമുണ്ട്. ഇത് കോടതിയിലേക്ക് കൊടുക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിച്ചിട്ട് കോടതി കൊടുക്കുമ്പം ആ കൊടുക്കുന്ന അവസരത്തിൽ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടി പറഞ്ഞു പോകുന്നു. വയനാട്ടിലും അമേഠിയിലും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഇരു മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ ആഗ്രഹമനുസരിച്ച് തീരുമാനിക്കും. ആദ്യ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UPIക്ക് സർക്കാർ രൂപീകരിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും രാഹുൽ ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി BJP UDFന് വോട്ട് മറിച്ചെന്ന വിലയിരുത്തലിൽ CPM. വടക്കൻ കേരളത്തിൽ പലയിടത്തും ഇത് വിജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് CPM കേന്ദ്രങ്ങൾ. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ തന്നെ കോലിബി സഖ്യമെന്ന ആരോപണവുമായി CPM രംഗത്തെത്തിയിരുന്നു. ഇത്തരമൊരു സാധ്യത മുൻകൂട്ടി കണ്ട് അത് പ്രതിരോധിക്കാനാണ് കോലിബി സഖ്യമെന്ന പഴയ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സജീവമാക്കിയത്. എന്നാൽ ആ പ്രതിരോധ തന്ത്രം വേണ്ടത്ര ഫലം ചെയ്തില്ലെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പാർട്ടി. സംസ്ഥാനത്ത് പലയിടത്തും BJP കോൺഗ്രസിനെ വോട്ട് മറിച്ചെങ്കിലും ഏറ്റവും പ്രതീക്ഷയുള്ള വടക്കൻ കേരളത്തിലാകും അത് തിരിച്ചടിയാവുകയെന്നും CPM കരുതുന്നു. MK രാഘവനെതിരായ ഒളിക്യാമറ വിവാദത്തോടെ CPM വിജയം ഉറപ്പിച്ചിരുന്ന മണ്ഡലമാണ് കോഴിക്കോട്. എന്നാൽ ഇവിടെയും BJP വോട്ടുകൾ നിർണായകമാണ്. ഞങ്ങൾക്കാർക്ക് ഉത്തരവാദിത്തമുള്ളതല്ല വിവാദം. ആ വിവാദത്തെക്കുറിച്ച് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാത്തൊക്കെ CPMൻ്റെ തലയിൽ ആക്ഷേപം ഉന്നയിച്ചു, അടിസ്ഥാനമില്ലാതെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്തു വരെ. അപ്പോൾ അതിനെതിരെ ശക്തമായി ഞങ്ങളുടെ നേതൃത്വം മറുപടി പറഞ്ഞു. ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുത്തു. കാസർഗോഡ് വിജയം ഉറപ്പെന്ന് പറയുമ്പോഴും മഞ്ചേശ്വരത്തൊഴികെ BJP നിർജീവമായിരുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇല്ലാതില്ല. കണ്ണൂരിലും വടകരയിലും CPMനെതിരെ BJP പരസ്യമായി കോൺഗ്രസിന് വേണ്ടി വോട്ട് മറിച്ചെന്ന് CPM ഉറപ്പിക്കുന്നു. ഇവിടെയും വിജയപ്രതീക്ഷ മങ്ങുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെ. BDJS മത്സരിച്ച ആലത്തൂരിൽ BJP വോട്ടുകൾ UDFന് പോയെങ്കിലും ജയത്തെ അത് ബാധിക്കില്ലെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇടുക്കിയിലെ പോളിംഗ് ശതമാനം ഉയർന്നത് UDFന് ഗുണകരമാണെന്ന് ഡീൻ കുര്യാക്കോസ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത് ഇടുക്കിയിലും പ്രതിഫലിക്കും. UDF മികച്ച വിജയം നേടുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിൽ 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും വ്യക്തമായ മേൽക്കൈ UDFന് കിട്ടുമെന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒരു മതേതര ജനാധിപത്യ ചേരി എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും UDFന് വോട്ട് ചെയ്യുന്നവരുമുണ്ട്. ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ രാഹുൽ ഗാന്ധി പൊതുസ്വീകാരനാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കുക കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ഒഴുക്ക് UDFന് അനുകൂലമായി മാറും. നടൻ മമ്മൂട്ടിയെ വിമർശിച്ച് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം. മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന മമ്മൂട്ടിയുടെ പ്രസ്താവന അബദ്ധമാണെന്ന് കണ്ണന്താനം പറഞ്ഞു. കണ്ണന്താനത്തിന് മറുപടിയുമായി ഹൈബി ഈഡൻ രംഗത്ത് വന്നു. വോട്ട് ചെയ്യാനെത്തിയ മമ്മൂട്ടി എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ P രാജീവിനെയും UDF സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനെയും ചേർത്ത് പിടിച്ച ഇരുവരും മികച്ചവരാണെന്ന് പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ ഈ പ്രസ്താവന അബദ്ധമെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വാദം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു പ്രസ്താവന പാടില്ലായിരുന്നുവെന്നും കണ്ണന്താനം പറയുന്നു. മമ്മൂട്ടി വോട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് CPMന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ രണ്ട് സൈഡിൽ നിർത്തിയിട്ട് ഇവർ നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മൂന്നാമത് സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായ ഞാൻ അൽഫോൺസ് കണ്ണന്താനം 40 വർഷം പൊതുജീവിതത്തിലുണ്ടായത് ഞാൻ കൊള്ളൂലെന്നുള്ളൊരു മെസ്സേജല്ലേ കൊടുക്കുന്നത്. അതേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഇമ്മച്യൂരിറ്റി ആണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കണ്ണന്താനത്തിന്റെ വിമർശനത്തിൽ മറുപടിയുമായി ഹൈബീഡൻ രംഗത്തെത്തി. LDF UDF സ്ഥാനാർത്ഥികൾ മാത്രമാണ് മികച്ചതെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഹൈബിയുടെ വിശദീകരണം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടും എൻ്റെ അറിവില്ല. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമല്ല, അധികാരമാണ്. അത് വിനിയോഗിക്കണം, വോട്ട് ചെയ്യണം. വോട്ടിങ്ങിൻ്റെ പാറ്റേണിനെ കുറിച്ചും ആ രീതിയെക്കുറിച്ചും മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ്. മമ്മൂട്ടി NDAയെ മോശമായി ചിത്രീകരിക്കുകയാണെന്നും കണ്ണന്താനത്തിന് പരിഭവമുണ്ട്. പ്രസ്താവനയെക്കുറിച്ച് കണ്ണന്താനത്തിന്റെ മകൻ മമ്മൂട്ടിയെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. എന്നിട്ടും നിലപാട് മാറ്റാൻ മമ്മൂട്ടി തയ്യാറായിരുന്നില്ലെന്നും കണ്ണന്താനം പറയുന്നു. പോയി സംസാരിച്ചു പുള്ളിയോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എറണാകുളത്തെ 3 മുന്നണി സ്ഥാനാർത്ഥികളും. ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ 73% പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ 76% പോളിംഗ്. ഉയർന്ന പോളിംഗിനെ ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥികൾ നോക്കിക്കാണുന്നത്. വിജയപ്രതീക്ഷയുണ്ടെന്നും പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ P രാജീവ്. കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്താനാണ് ശ്രമിച്ചത്. മണ്ഡലത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനത്തെ UDF ക്യാമ്പും അനുകൂലമായി കരുതുന്നു. പാർട്ടി സംവിധാനത്തിൻ്റെ വിലയിരുത്തലനുസരിച്ച് എറണാകുളം നിയോജകമണ്ഡലത്തിൽ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗിന് കാരണം മോദി വേവ് ആണെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രതികരണം. എനിക്ക് തോന്നുന്നു ഇതൊരു മോദി വേവിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു വലിയ പോളിംഗ് ഇൻക്രീസ്, അല്ലെങ്കിൽ 1-2% കൂടുക. അത് വലിയ പോളിംഗ് അല്ലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മോദി വേവിൻ്റെ ഭാഗമാണ്. ന്യൂസ് 18 കൊച്ചി. പൊന്നാനിയിലെ ഉയർന്ന പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഇടതു വലത് മുന്നണികൾ. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ 3 മണ്ഡലങ്ങളിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞതാണ് ഇവിടെ ചർച്ചയാകുന്നത്. ഇത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണെന്ന് UDF പറയുമ്പോൾ ആ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് വോട്ടുകളാണ് പോൾ ചെയ്യാത്തതെന്നാണ് CPM അഭിപ്രായപ്പെടുന്നത്. 74.98% വോട്ടുകളാണ് പൊന്നാനിയിൽ ഇത്തവണ പോൾ ചെയ്തത്. 2014 ഇത് 73.81 2009 77.17 പോളിംഗ് ഉയർന്നതിന്റെ മെച്ചം ഇരുകൂട്ടരും അവകാശപ്പെടുമ്പോൾ ശ്രദ്ധ മുഴുവൻ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകളിലേക്കാണ്. ഇടതുപക്ഷം ആധിപത്യം അവകാശപ്പെടുന്ന പൊന്നാനി, തവനൂർ, തൃത്താല മണ്ഡലങ്ങളിലേക്ക് 71.86, 74.54, 75.8 എന്നിങ്ങനെയാണ് ഇവിടങ്ങളിലെ പോളിംഗ് ശതമാനം. ലീഗ് പ്രതീക്ഷയർപ്പിക്കുന്ന കോട്ടയ്ക്കൽ, തിരൂർ, താനൂർ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിലെ പോളിംഗ് ശതമാനം യഥാക്രമം 75.74, 75.04, 77, 74.88 എന്നിങ്ങനെ. പാർട്ടി വോട്ടുകളെല്ലാം പെട്ടിയിൽ വീണെന്നും കോൺഗ്രസ് വോട്ടുകളാണ് പോൾ ചെയ്യാത്തത് എന്നുമാണ് ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെ വിശദീകരണം. കോൺഗ്രസിൻ്റെ വോട്ട് അടിയൊഴുക്കിൽ പോലും മാത്രമല്ല, കോൺഗ്രസിൻ്റെ വോട്ടർമാരെ പൂർണ്ണമായി പോൾ ചെയ്യിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇക്കാര്യം മുസ്ലിം ലീഗ് തള്ളുന്നു. പെട്ടിയിൽ വീഴാത്തത് ഇടതുപക്ഷ വോട്ടുകൾ തന്നെ. അവരുടെ കേന്ദ്രങ്ങൾ വോട്ടിംഗ് കുറഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുക അവരെയാണ്.
പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് ഗുണമാകുമെന്ന് 2009 കണക്ക് മുന്നിൽ വെച്ച് വിശദീകരിക്കുകയാണ് മുസ്ലിം ലീഗ്. അന്ന് 77.17% പോൾ ചെയ്തപ്പോൾ ലീഗിന്റെ ഭൂരിപക്ഷം 82,000 കവിഞ്ഞു. 2014 73.81 പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം 25,000 ചുരുങ്ങി. പൊന്നാനിയിൽ ആരുടെ വോട്ടാണ് പെട്ടിയിൽ വീഴാതെ പോയത്? ഇടതുപക്ഷത്തിൻ്റെയോ അതോ അവർ ആരോപിക്കുന്ന പോലെ കോൺഗ്രസിൻ്റെയോ? എന്തായാലും ഉത്തരം കിട്ടാൻ മെയ് 23 വരെ കാത്തിരിക്കാം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. സ്വകാര്യ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ച് അക്ഷയ് കുമാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുർത്തകൾ അയച്ചു തരാറുണ്ടെന്നും അമ്മ പണം അയക്കാറുണ്ടെന്നും മോദി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ മോദിയുടെ ജീവചരിത്ര സിനിമ റിലീസ് ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. तो 1.25 रुपया वो पक्का मेरे हाथ में देती है आज भी. अच्छा. और वो हमसे कभी अपेक्षा नहीं करती. പ്രധാനമന്ത്രിയുടെ ചെലവിന് അമ്മ പണമയക്കുന്നുവെന്നാണ് അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിൽ മോഡിയുടെ വെളിപ്പെടുത്തൽ. രാജ്യമാണ് കുടുംബം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തനിക്ക് മധുരം അയച്ചു തരാറുണ്ട്. അത് മാതൃകയാക്കി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എല്ലാ വർഷവും കുർത്ത അയക്കുന്നു. മോഡിയുടെ ജീവചരിത്രം ആസ്പദമാക്കിയുള്ള PM മോഡി സിനിമയുടെ റിലീസ് ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു. പിന്നാലെ മോഡിയുടെ കുട്ടിക്കാലം ചിത്രീകരിച്ച വെബ് സീരീസും. ഇതിനിടെയാണ് കുട്ടിക്കാലം, കുടുംബം, രാഷ്ട്രീയം തുടങ്ങി വ്യക്തിജീവിതത്തിലെ സ്വകാര്യ അനുഭവങ്ങൾ സിനിമാ താരം അക്ഷയ് കുമാറുമായി പങ്കുവയ്ക്കുന്ന അഭിമുഖം. വാർത്താ ഏജൻസിയായ ANI ആണ് അഭിമുഖം പുറത്തുവിട്ടത്. മോഡിയുടെ അഭിമുഖം നാടകമെന്ന പരിഹാസവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. മോഡിയുടെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന സിനിമയുടെ റിലീസ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ വിലക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. BJP നേതാവും MPയുമായ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP വിട്ടത്. നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള MPയാണ് ഉദിത് രാജ്. ഇത്തവണ ഉദിത്തിനെ ഒഴിവാക്കി BJP സീറ്റ് നൽകിയത് ഗായകൻ ഹൻസ്രാജിനായിരുന്നു. സാമൂഹ്യപ്രവർത്തകനായ ഉദിത് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ ചെയർമാനാണ്. ട്വിറ്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉദിത് രാജ് ചൌക്കിദാർ എന്നത് നീക്കം ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഉദിത് രാജ് BJPയിൽ ചേർന്നത്. മലേഗാവ് സ്ഫോടനക്കേസിലെ പ്രതിയും BJP സ്ഥാനാർത്ഥിയുമായ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാനാകില്ലെന്ന് NIA കോടതി. ഒരാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാൻ കോടതിക്ക് അധികാരമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമേ അധികാരമുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആവശ്യം നിരാകരിച്ചത്. പ്രഗ്യാ സിംഗിനെതിരെ പ്രഥമദൃഷ്ട്യാ കേസ് ഇല്ലെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കോടതിയെ ചൊടിപ്പിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വാദം ഉന്നയിച്ചതെന്ന് കോടതി ചോദിച്ചു. മലേഗാവ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് നിസാർ സയ്യിദ് ആണ് പ്രഗ്യാ സിംഗിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് പൂനെ NIA കോടതിയെ സമീപിച്ചത്. 359 പേരെ കൊല ചെയ്ത ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലെ 9 ചാവേറുകളിൽ 8 പേരെയും തിരിച്ചറിഞ്ഞു. ഇതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നതായി ശ്രീലങ്കൻ പ്രതിരോധ മന്ത്രി റുവാൻ വിജയവർദ്ധന പറഞ്ഞു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 60 പേരെ അറസ്റ്റ് ചെയ്തു. ഈസ്റ്റർ ദിനത്തിൽ കൊല്ലപ്പെട്ടവരെ കൂട്ടമായി സംസ്കരിക്കുന്ന കാഴ്ചയാണ് ശ്രീലങ്കയിൽ. കൊളംബോയിൽ നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആക്രമണത്തിന് പിന്നിൽ നാഷണൽ തൗഹീദ് ജമാഅത്തും അതിൽ നിന്ന് ഭിന്നിച്ചു പോയ മറ്റൊരു സംഘടനയും ഉണ്ടെന്നുള്ള സൂചനകൾ വന്നിരുന്നു. ഇതിന് പുറമെയാണ് മറ്റൊരു ചെറിയ സംഘടനയ്ക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ ഇതിൽ പങ്കെടുത്തതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജിഹാദികൾ എന്ന് പറയുന്ന ചിലരുടെ വീഡിയോ ദൃശ്യങ്ങൾ ISISന്റെ വാർത്താ ചാനൽ അല്ലെങ്കിൽ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. ഇവർ ഈ ജിഹാദി ദൗത്യത്തിനായി പ്രതിജ്ഞ എടുക്കുന്ന ചില ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഒപ്പം ഇവരുടെ എല്ലാ പേര് വിവരങ്ങളും ഈ ഇതിൽ പറയുന്നു. ഈ ശ്രീലങ്കൻ മന്ത്രി റുവാൻ വിജയവർദ്ധനെ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ പരസ്പരം വിരൽ ചൂണ്ടാനോ കുറ്റപ്പെടുത്താനോ ഉള്ള സമയമല്ല. ഇതിപ്പോൾ രാജ്യം നേരിട്ട ദുരന്തം, ഈ ആക്രമണം ഫലപ്രദമായി ഒറ്റക്കെട്ടായി നേരിടേണ്ട സമയം ആണെന്നാണ്. എന്തായാലും ഉണ്ടായ പരാജയങ്ങൾ ഗൗരവമായി എടുക്കുന്നു. ഉണ്ടായ പരാജയങ്ങളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതേക്കുറിച്ചെല്ലാം അന്വേഷണവും വളരെ കൃത്യമായ നടപടിയും ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ഹലോ ഹലോ ഹലോ
ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിജയം സുനിശ്ചിതമാണ്. വലിയൊരു പരിവർത്തനം ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. LDFനോടും UDFനോടുമുള്ള ജനങ്ങളുടെ അമർഷവും അവരുടെ പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത് NDAയുടെ വിജയത്തിനാണ് ഇടയാക്കുക. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അല്ലെങ്കിൽ ഫലം അത് ഈ ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിധിയെഴുത്താണ് എന്ന് പറയാൻ ഉള്ള ധൈര്യം ഇടതുപക്ഷം കാണിക്കണം. കാരണം 1000 ദിവസത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രചരിപ്പിച്ച സർക്കാർ അത് വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങളോട് ഇപ്പോഴെങ്കിലും പറയാൻ തയ്യാറാവണം. വിജയം സുനിശ്ചിതമാണ് എന്ന് ഞാൻ പറയാൻ വളരെയേറെ കാരണങ്ങളുണ്ട്. കാരണം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള, എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട സമൂഹത്തിൻ്റെ പരിച്ഛേദം, ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി, അവരിലേക്ക് കടന്നിറങ്ങി ചെല്ലാനും അവരുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും എനിക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസം ആർജിക്കാൻ എനിക്ക് സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ വിജയം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് LDF, UDF. ശത്രുവിൻ്റെ ശത്രു മിത്രമാവുക പലപ്പോഴും സ്വാഭാവികമാണ്. അവർക്ക് എന്നെ തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജനങ്ങൾ അത് ചെവിക്കൊണ്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടു കൂട്ടരും എന്നെ തേജോവധം ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടിസ്ഥാനരഹിതമായ ഒട്ടേറെ പ്രചരണങ്ങളിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ഞാനൊരു വർഗീയവാദിയാണ്, നിലയ്ക്കൽ മാറാട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യൽ മീഡിയ വഴി എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ നാട്ടിലെ ന്യൂനപക്ഷ സഹോദരങ്ങളിൽ അർപ്പിച്ച വിശ്വാസം അവർ നെഞ്ചോട് ചേർത്തുകൊണ്ട് എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം നിലകൊള്ളുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ അഴിച്ചുവിട്ട അപവാദ പ്രചരണങ്ങളൊന്നും ഇവിടെ ഏശിയിട്ടില്ല. നിലയ്ക്കൽ കലാപമോ മാറാട് കലാപമോ എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അവിടെ വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം എന്നിൽ നിന്നുണ്ടായിട്ടില്ല. ഞാൻ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എല്ലാ മതസ്ഥരും എന്നോട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. മതവിദ്വേഷത്തിൻ്റെ പേരിൽ, കലാപത്തിൻ്റെ പേരിൽ ഒരു തുള്ളി രക്തം പോലും ഈ കേരളത്തിൽ ഇറ്റിറ്റ് വീഴാതിരുന്നത് നിലയ്ക്ക പ്രശ്നത്തിൻ്റെയോ മാറാട് പ്രശ്നത്തിൻ്റെയോ പേരിൽ അങ്ങനെ ഉണ്ടാവാതിരുന്നത് എൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ഇവിടുത്തെ മുസ്ലിം ക്രൈസ്തവ സഭാ സംഘടനാ നേതാക്കന്മാരെല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണി ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ വക അപവാദ പ്രചരണങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ നടത്തിയത് വിലപ്പോയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരു LDFൻ്റെയും UDFൻ്റെയും പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു വിധിയെഴുത്തായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പ്രകടമായ ഒരു വികാര പ്രകടനം ശബരിമല വിഷയത്തിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അത് LDFനെയും UDFനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടരും ശബരിമല വിഷയത്തിലെടുത്ത കൈക്കൊണ്ട നിലപാട് ഈ നാട്ടിലെ ജനങ്ങളിൽ വളരെയേറെ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രചാര പ്രവർത്തനങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ, അവരുടെ ഇടയിൽ വലിയൊരു പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം ഈ സർക്കാരിനോടുണ്ട്, UDFനോടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനമുന്നേറ്റം സൃഷ്ടിക്കാൻ എൻ്റെ പ്രചാര പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, അങ്ങനെ തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ, കഷ്ടപ്പെടുന്നവർ, ദുഃഖിക്കുന്നവർ, അവർക്കെല്ലാം ഒരു ആശ്വാസമായി നിലകൊള്ളാൻ എനിക്ക് സാധിച്ചുവെന്നാണ് എൻ്റെ പ്രചാര പ്രവർത്തനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്.
തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വ്യക്തിഹത്യ നടത്താനാണ് ഇരു മുന്നണികളും തനിക്കെതിരെ ശ്രമിച്ചത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ അതെല്ലാം ജനങ്ങൾ തള്ളിക്കളയും, വലിയ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു.